അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറ്റവും ആദരണീയനായ അധ്യക്ഷൻ സലാം മമ്പാട്ടുമൂല, നമ്മുടെ വിശിഷ്ടാതിഥികൾ, വിദ്യാർത്ഥി യുവജന പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകി മുസ്ലിം ലീഗ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി മാറി മണ്ണാർക്കാട് നിയോജക മണ്ഡലം UDF LDF മാറി ഭരിച്ചിരുന്ന ഒരു മണ്ഡലമായിരുന്നുവെങ്കിൽ ഇന്ന് അത് തീർത്തും UDFിൻ്റെ മണ്ഡലമാക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട N. ഷംസുദ്ദീൻ സാഹിബ്, ഇന്ത്യയുടെ ആത്മാവ് മതേതരത്വമാണെന്ന് അത് തിരിച്ചുപിടിക്കാനുള്ള പോരാട്ടത്തിൽ ശ്രീ രാഹുൽ ഗാന്ധിയുടെ കൂടെ താനുണ്ടെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് സ്വയമേ മതേതരത്വത്തിൻ്റെ വഴിയിലേക്ക് എത്തിച്ചേർന്ന നമ്മുടെയൊക്കെ പ്രിയ ഇഷ്ടഭാചനം സന്ദീപ് ജി, ബഹ്റൈൻ KMCCയുടെ പ്രഗത്ഭനായ പ്രസിഡന്റ് ഹബീബ് റഹ്മാൻ സാഹിബ്, KMCCയുടെ സംസ്ഥാന കമ്മിറ്റി ആകട്ടെ, ജില്ലാ കമ്മിറ്റികളാകട്ടെ, സെൻട്രൽ മാർക്കറ്റ് കമ്മിറ്റി ആകട്ടെ, എന്നും KMCCയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സഹായം അഭ്യർത്ഥിക്കുമ്പോൾ ഒട്ടും മടികൂടാതെ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട MMS ഇബ്രാഹിം സാഹിബ്, വേദിയിലെ KMCCയുടെ മുതിർന്ന നേതാക്കൾ കുട്ടൂസ മുണ്ടേരി സാഹിബ്, SV ജലീൽ സാഹിബ്, KMCC ട്രഷറർ KP മുസ്തഫ, സെൻട്രൽ മാർക്കറ്റ് കമ്മിറ്റിയുടെ സലാം സാഹിബ്, അസീസ് പേരാമ്പ്ര, OICCയുടെ ഗഫൂർ ഉണ്ണിക്കുളം ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ, KMCCയുടെ നേതാക്കൾ, പ്രവർത്തകന്മാരെ, സഹോദരന്മാരെ, നമ്മളൊക്കെ ആകാംക്ഷയോട് കാത്തിരിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ സന്ദീപ് ജിയുടെ വാക്കുകളാണ്. ഈ തിങ്ങി നിറഞ്ഞ ഹാള് കാണുമ്പോൾ എനിക്ക് പറയാൻ കഴിയുക, നമ്മുടെ നേതാവ്, കേരളീയ മുസ്ലിം സമൂഹത്തെ നേതൃത്വത്തിന്റെ വെള്ളി വെളിച്ചം കൊണ്ട് അനുഗ്രഹിക്കുന്ന മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ആരെയെങ്കിലും മാറോട് ചേർത്ത് കഴിഞ്ഞാൽ, ആരെയെങ്കിലും ആലിംഗനം ചെയ്ത് ഹൃദയത്തോട് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർക്ക് മാത്രമല്ല KMCCയുടെ പ്രവർത്തകന്മാർക്ക് പോലും രണ്ടാമതൊന്നും ആലോചിക്കേണ്ടതില്ല, അവരുടെ പൂർവ്വകാല ചരിത്രം ചെയ്യേണ്ടതില്ല, അവർ ഭാവിയിൽ എന്താകുമെന്ന് ആലോചിക്കാതെ അവരെ ചേർത്തു പിടിക്കാൻ KMCC തയ്യാറാണ് എന്നതിന്റെ വലിയ നിദർശനമാണ് ഈ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്ന ഈ സദസ്സ്. നമുക്കറിയാം, സാധാരണഗതിയിൽ നമ്മുടെ പരിപാടി തുടങ്ങാൻ 9-9:30 ഇന്ന് 8:30 മണിക്ക് തന്നെ പരിപാടി തുടങ്ങാൻ വേണ്ടി സെൻട്രൽ മാർക്കറ്റ് അടക്കം KMCCയുടെ മുഴുവൻ പ്രവർത്തകന്മാർ, OICCയുടെ പ്രവർത്തകന്മാർ, ജനാധിപത്യ വിശ്വാസികൾ അണിനിരന്നത് കാണുമ്പോൾ മതേതരത്വത്തിലേക്കുള്ള അങ്ങയുടെ ഈ കാൽവയ്പ്പുകൾ ഉണ്ടല്ലോ, അത് ഈ സമൂഹം എന്തുമാത്രം ആവേശത്തോടെയാണ് നോക്കിക്കാണുന്നത് എന്ന് തിരിച്ചറിയുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ ഇന്ത്യ മതേതരത്വത്തിന്റെ ഇന്ത്യ, ജനാധിപത്യത്തിന്റെ ഇന്ത്യ, ലോകത്ത് വ്യത്യസ്തമായ സംസ്കാരങ്ങളുടെ സമന്വയങ്ങളിലൂടെ, കൊടുക്കൽ വാങ്ങലുകളിലൂടെ നേടിയെടുത്തതാണ് നമ്മുടെ രാജ്യത്തിന്റെ മഹത്തായ പാരമ്പര്യം. നമുക്കറിയാം, ഇന്ത്യയുടെ സംസ്കാരത്തെക്കുറിച്ച് 3 ലോക മതങ്ങൾക്ക് ജന്മം കൊടുത്ത നാടാണ് നമ്മുടേത്. ബുദ്ധമതം, ജൈനമതം, സിഖ് മതം. അതേപോലെ തോമാ ശ്ലീഹായുടെ കാലത്ത് തന്നെ ക്രൈസ്തവതയുടെ കാരുണ്യധാര നമ്മുടെ ഇന്ത്യയുടെ മണ്ണിൽ ലയിച്ചിരുന്നു. മധ്യകാലഘട്ടത്ത് ഇസ്ലാമിന്റെ ആഗമനം, വേദങ്ങളുടെയും ഉപനിഷത്തുകളുടെയും തെളിനീർ പ്രവാഹത്തോടൊപ്പം ഇസ്ലാമിന്റെ കാരുണ്യധാര കൂടി ചേർന്നപ്പോൾ, ക്രൈസ്തവതയുടെ കാരുണ്യധാര കൂടി ചേർന്നപ്പോൾ നമ്മുടെ മണ്ണ് സംസ്കാരങ്ങളുടെ സമ്പുഷ്ടമായ ഒരു ഭൂമിയായി തീരുകയായിരുന്നു. എന്തുമാത്രം വ്യത്യസ്തമായ ആചാര സമ്പ്രദായങ്ങളാണ്, വ്യത്യസ്തമായ ഭാഷകൾ, കാലാവസ്ഥയുടെ വൈരുദ്ധ്യം. ഇങ്ങനെയുള്ള ഒരു രാജ്യത്തെ ലോകത്തെവിടെയും നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് നാനാത്വത്തിലേകത്വം, വൈരുദ്ധ്യങ്ങളിലേകത്വം, ബഹുസ്വരതയുടെ ഇന്ത്യ. ആ ഇന്ത്യയെ തിരിച്ചു പിടിക്കാനുള്ള പോരാട്ടത്തിലാണ് ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസങ്ങൾ. അവിടെ ഏകതയുടെ വാദം ഉന്നയിക്കുന്നവർ, ഭക്ഷണത്തിന്റെ പേരിൽ മനുഷ്യരെ അകറ്റി നിർത്തുന്നവർ, ഭാഷയുടെ പേരിൽ മനുഷ്യരെ അകറ്റി നിർത്തുന്നവർ, വേഷ സംവിധാനങ്ങളുടെ പേരിൽ മനുഷ്യരെ മറ്റു കളങ്ങളിലാക്കി നിർത്തുന്നവരോട്
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ പ്രഖ്യാപിക്കുകയാണ്, ഇന്ത്യയുടെ ആത്മാവിനെ തിരിച്ചു പിടിക്കുന്നത് വരെ നമുക്ക് വിശ്രമമില്ലാത്ത പോരാട്ടമാണ്. അതിനുവേണ്ടി ശ്രീ രാഹുൽ ഗാന്ധിയുടെ പിന്നിൽ, പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പിന്നിൽ ഇന്ത്യയിലെ കേരളത്തിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ഉണ്ടാകും. അതിനോടൊപ്പം തന്നെ ബഹ്റൈനിൽ KMCC പ്രസിഡന്റായ ഹബീബ് റഹ്മാൻ സാഹിബിന്റെ നേതൃത്വത്തിൽ KMCCയുടെ പ്രവർത്തകന്മാരും ഉണ്ടാകുമെന്ന് മാത്രം പ്രഖ്യാപിച്ചുകൊണ്ട് മനോഹരമായി സംഘടിപ്പിച്ച ഈ പരിപാടി, സെൻട്രൽ മാർക്കറ്റ് കമ്മിറ്റിയെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. ഏതൊരു വിഷയം വരുമ്പോഴും സെൻട്രൽ മാർക്കറ്റിലേക്കാണ് നമ്മുടെ പ്രവർത്തകന്മാർ പോകുക. CH സെന്ററിന്റെ കലശലാകട്ടെ, കായികമില്ലത്ത് സൗദത്തിന്റെ കലശലാകട്ടെ, പ്രയാസപ്പെടുന്ന ഒരാൾക്ക് അത്താണിയാകാൻ വേണ്ടി നമ്മൾ സെൻട്രൽ മാർക്കറ്റിലേക്ക് കടന്നു പോകുമ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന ഒരു സ്വീകാര്യതയുണ്ട്. MM ഇബ്രാഹിം സാഹിബ് മുതൽ സാധാരണക്കാരായ പ്രവർത്തകന്മാർ വരെ പ്രയാസപ്പെടുന്നവന്റെ കണ്ണീര് ഏറ്റവും കൂടുതൽ തിരിച്ചറിയുന്നത് അധ്വാനിക്കുന്ന വർഗമാണ്. അവരെ ഒരിക്കൽ കൂടി സംസ്ഥാന KMCCക്ക് വേണ്ടി ഇത്ര മനോഹരമായ പരിപാടി സംഘടിപ്പിച്ചതിന് ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് KMCC.